ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഈദിന് ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പേര് അറബിക് മാംഗോ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള 2 പാക്ക് പാലാണ്. 1 ലിറ്റർ. 1 ലിറ്ററിലും കുറച്ചധികം ഉണ്ടാവും ഇപ്പോൾ ഉള്ള പാലൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ മിഠായി മീറ്റിൻ്റെ ഒരു 400 ഗ്രാമിൻ്റെ ടിന്നാണ് എടുത്തത്. അതിൽ കുറച്ച് മാത്രം ഒരു 1/4 ഭാഗത്തിലും കുറച്ച് കുറവ് ആക്കി വെച്ചിട്ട് ബാക്കി ഫുൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്രീമിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചത്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടുക. പിന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഒന്നും കൂടെ തിളച്ച് എല്ലാം മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കസ്റ്റർഡിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഈ സമയത്തൊന്നും തിളയ്ക്കുന്നില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കസ്റ്റർഡിൻ്റെ മിക്സൊക്കെ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അടിയിൽ പിടിക്കാതെയും ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോ മീഡിയം അതിൽ ഒരു ഇടയിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കൈവിടാതെ ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വരണം. കസ്റ്റർഡിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറുകി കിട്ടും. പക്ഷേ ഇത് ഒരുപാട് നമ്മൾ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. എന്നാൽ നമുക്ക് ഫ്രൂട്ട് കസ്റ്റർഡിനൊക്കെ ചെയ്യുന്ന പോലെ അത്രത്തോളം കട്ടിയൊന്നും ആവണ്ട. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഞാനിത് മാംഗോൻ്റെ പൾപ്പ് എടുത്ത് വെച്ചതാണ്. മാംഗോ പ്യൂരി ആക്കിയതാണ്. ഒരു വലിയ മാംഗോ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തതാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര 2-3 സ്പൂൺ ആഡ് ചെയ്യാം. മധുരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു അരക്കപ്പൊക്കെയാണ് നമുക്ക് അളവായിട്ട് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പാകത്തിനാണെങ്കിൽ അളവ് വേണ്ടത് അരക്കപ്പാണ്. അപ്പോൾ ഇതാ ഈ മാംഗോൻ്റെ മിക്സും കൂടി ചൂടാറിയപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പീസസ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. മാംഗോൻ്റെ ഇങ്ങനെ പീസസ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നതിലാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് ബ്രെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ബ്രെഡ് വെച്ചതിന് ശേഷം ഇതിൽ നമുക്ക് മാംഗോ കസ്റ്റർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാംഗോ കസ്റ്റർഡ് മിക്സ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ മുകളിൽ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അടുത്ത ലെയറും ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും ഒരു ലെയറും കൂടി ബ്രെഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്രത്തോളം നമ്മൾ ഏത് പുഡിംഗ് ട്രേ ആണോ എടുക്കുന്നത് അതിൽ എത്രത്തോളം സ്ഥലമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ട്രേയിൽ 3 ലെയറായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ച് ഒരു 4 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തത്. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ 4 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്രീമൊക്കെ ഒരു ഏകദേശം അളവാണ്. കാരണം നമ്മൾ എടുക്കുന്ന ട്രെയിനനുസരിച്ചാണ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയർ ക്രീമാണ്. അപ്പോൾ ക്രീമിൽ ഞാൻ നേരത്തെ മാറ്റി വെച്ച മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.